നടത്തിയിട്ടുണ്ട്. ആളുകളെ പോലീസ് ഇപ്പോൾ നിയന്ത്രിക്കുകയും ചെയ്തിട്ട് പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞതുപോലെ സമയത്ത് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. 6 മണി ആയിരിക്കുകയാണ്, പോളിംഗ് സമയം അവസാനിക്കുകയാണ്, വോട്ടെടുപ്പ് സമയം അവസാനിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാനാകാതെ മടങ്ങേണ്ടി വരുമോ എന്നുള്ള ആശങ്കയാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെയില്ല, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുമെന്ന് പോലീസ് പറഞ്ഞ് അവരെ എല്ലാവരെയും അകത്തേക്ക് കയറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം രാഹുൽ ഇവിടെ നിന്ന് മടങ്ങുകയാണ്, മറ്റൊരു പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. രാഹുലിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് ചോദിക്കാം. ഇവിടെ ഏതൊരു പയ്യനാണെങ്കിൽ ക്യാൻഡിഡേറ്റിന് അകത്ത് കയറ്റാൻ പറ്റുമെന്നൊന്ന് റിട്ടേണിംഗ് ഓഫീസറോട് മറ്റേ പോളിംഗ് ഓഫീസറോട് ചോദിച്ചു. അവർ പറഞ്ഞ് കയറ്റാന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു കയറ്റാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി വോട്ടർമാർ പറഞ്ഞു നീ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ ആരാ, നീ പുറത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പയ്യനെ അവിടുത്തെ വോട്ടർമാർ പുറത്തിറക്കിയ സീനാണ് ഇപ്പോൾ കണ്ടത്. അത് സ്വാഭാവികമായിട്ട് ഇപ്പം പിന്നെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറും അതുപോലെ തന്നെ മറ്റേ സ്വതന്ത്ര സ്ഥാനാർത്ഥി എല്ലാം ഇപ്പം ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അത് ബോധപൂർവമാണ്. പേടിക്കാതെന്ന് പറ, ഇങ്ങനെ പേടിക്കാതെന്ന് പറ. പേടിക്കാതെ എന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള റിപ്ലൈ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഓരോ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഓരോ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നത്. പലയിടങ്ങളിലും ആളുകൾ ക്യൂ നിൽക്കുന്നുമുണ്ട്. നമുക്കൊന്ന് പിരായിരിയിലേക്ക് പോകണം. 114 നമ്പർ ബൂത്തും 115 നമ്പർ ബൂത്തും അടുത്തടുത്താണ്. അതിൽ ഒരു ബൂത്തിൽ നല്ല തിരക്ക് ഇപ്പോഴുമുണ്ട്. അത് ഏതാണെന്ന് നോക്കാം. സൈഫുനിസാലിയാർ 114 115 ഇതിൽ ഏത് ബൂത്തിലാണ് തിരക്ക്? പോളിംഗിന് സമയം അവസാനിക്കാൻ ഇനി 6 മിനിറ്റേ ഉള്ളൂ.